ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയ ചരിത്രപരമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രതിരോധ രംഗത്ത് വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു. ഇത് വെറും ഒരു സാമ്പത്തിക നിക്ഷേപം മാത്രമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനും ഇൻഡോ പസഫിക് മേഖലയിലെ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള ഓസ്ട്രേലിയയുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ പ്രതിഫലനം കൂടിയാണ്. ബ്രിട്ടൻ, അമേരിക്ക എന്നിവരുമായി ചേർന്ന് രൂപീകരിച്ച ഔക്കസ് കരാറിന്റെ ഭാഗമാണിത്. പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക ശക്തിയെ ചെറുക്കാൻ ഓസ്ട്രേലിയയുടെ ദീർഘദൂരാക്രമണ ശേഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ ആണവ അന്തർവാഹിനികൾ പരിപാലിക്കാനുള്ള സൗകര്യങ്ങൾ ഓസ്ട്രേലിയയ്ക്കില്ല. എന്നാൽ ഈ പുതിയ നിക്ഷേപത്തിലൂടെ 15 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 3 അമേരിക്കൻ വിർജീനിയ ക്ലാസ് ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാനും ഭാവിയിൽ സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കാനും ഓസ്ട്രേലിയ ലക്ഷ്യമിടുന്നു. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്കായി കപ്പൽശാല സൗകര്യങ്ങൾ നവീകരിക്കുന്നതിന് $12 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിച്ചു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള ഹെൻഡേഴ്സൺ ഡിഫൻസ് പ്രിസിങ്ക്റ്റ് എന്ന കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ വികസനത്തിനായിട്ടാണ് ഈ ഭീമമായ തുക വിനിയോഗിക്കുക. ഈ $12 ബില്യൺ ഡോളറിന്റെ പ്രാരംഭ നിക്ഷേപം ഹെൻഡേഴ്സൺ കേന്ദ്രത്തെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു പ്രതിരോധ ഹബ്ബാക്കി മാറ്റും. ആണവോർജ്ജ അന്തർവാഹിനികൾ പരിപാലിക്കുന്നതിനുള്ള ഉയർന്ന സുരക്ഷാ ഡോക്കുകൾ, ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ, ഭാവിയിൽ ജപ്പാനിൽ നിന്നുള്ള മൊഗാമി ക്ലാസ് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. അമേരിക്കൻ നാവികസേന അവരുടെ ആണവ അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ കപ്പൽശാല ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മൊത്തം ചെലവ് $25 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളറിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കപ്പൽശാല വികസനം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രതിരോധ നവീകരണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ്. ആണവ പദ്ധതി കൂടി ഉൾപ്പെടുന്ന ഔക്കസ് അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക്കിന്റെ കേന്ദ്ര ബിന്ദുവാകും. എന്നാൽ ചില പ്രതിസന്ധികളും വെല്ലുവിളികളും ഓസ്ട്രേലിയയ്ക്ക് മുന്നിലുണ്ട്. അന്തർവാഹിനികൾക്കുള്ള ആണവ സാങ്കേതികവിദ്യ അമേരിക്ക ആദ്യമായി നൽകിയത് 1958-ൽ ബ്രിട്ടനാണ്. ശീതസമരം കൊടുമ്പിരി കൊണ്ടുനിന്ന കാലത്ത് റഷ്യയെ നേരിടാനായിരുന്നു ആ നീക്കം. അതിനുശേഷം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യയുടെ ഉൾപ്പെടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞ അമേരിക്ക ഓസ്ട്രേലിയയെ സഹായിക്കാനെത്തിയത് രണ്ടാം ശീതസമരം ശക്തമാക്കുന്നതിന്റെ സൂചനയാണ്. മുതലാളിത്ത സാമ്രാജ്യത്വ മേൽക്കോയ്മ ആഗോളതലത്തിൽ നിലനിർത്താനുള്ള അമേരിക്കയുടെയും സഖ്യശക്തികളുടെയും തന്ത്രപരമായ നീക്കത്തിന്റെ പുതിയ ആണവ അധ്യായമാണ് ഔക്കസിലൂടെ ആരംഭിക്കുന്നത്. നേരത്തെ ജപ്പാനിൽ നിന്ന് 11 മെഗാമി ക്ലാസ് ഫ്രിഗേറ്റുകൾ സ്വന്തമാക്കുമെന്ന് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി അടുത്ത 10 വർഷത്തിനുള്ളിൽ $10 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ചെലവഴിക്കും. ആദ്യത്തെ 3 ഫ്രിഗേറ്റുകൾ വിദേശത്ത് നിർമ്മിക്കുമെങ്കിലും ബാക്കിയുള്ളവ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിർമ്മിക്കാനാണ് ഓസ്ട്രേലിയൻ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതേസമയം ഔക്കസ് കരാറിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സർക്കാർ പ്രവചനങ്ങളനുസരിച്ച് അടുത്ത 30 വർഷത്തിനുള്ളിൽ ഈ പദ്ധതിക്ക് $235 ബില്യൺ അമേരിക്കൻ ഡോളർ വരെ ചെലവ് വരാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി ഈ കരാർ എത്രത്തോളം യോജിക്കും എന്നതും പ്രതിസന്ധിയാണ്. ഇക്കാര്യങ്ങൾ മുന്നിലുണ്ടെങ്കിലും കരാറിന്റെ ഭാവിയിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് ആത്മവിശ്വാസമുണ്ട്. ഔക്കസ് കരാർ മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക സ്വകാര്യമായി ഉറപ്പു നൽകിയതായുള്ള റിപ്പോർട്ടുകളാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ. ഈ നിക്ഷേപം ഓസ്ട്രേലിയയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇൻഡോ പസഫിക് മേഖലയിലെ അധികാര സന്തുലനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ രാജ്യത്തെ സഹായിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയെ ചെറുക്കാനുള്ള ഊർജവും ഓസ്ട്രേലിയയ്ക്ക് ലഭിക്കും എന്നതാണ്.